ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മേടം 1 നമ്മുടെ ഒരു വർഷമാണ് മേടം 1 എന്ന് പറയുന്നത് നമുക്ക് ഫലമായിട്ട് വരുന്നത്. അതായത് വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ആ ഒരു വർഷക്കാലം നമ്മുടെ വീട് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് നിറയണം. അതിനു വേണ്ടിയിട്ട് നാളെ ചെയ്യേണ്ടുന്ന വളരെ എളിയ കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്താൽ തീർച്ചയായും ഒരു വർഷം ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുമാത്രവുമല്ല, ഇന്നു മുതലാണ് ഭഗവാൻ മുരുകന് 48 ദിവസത്തെ വൈകാശി വിശാഖ വ്രതം ആരംഭിക്കുന്നത്. വ്രതം എടുക്കുന്നവരാണെങ്കിലും എടുക്കാത്തവരാണെങ്കിലും എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫലം നൽകുന്നതായിരിക്കും. ആദ്യം തന്നെ നാളെ സൂര്യഭഗവാൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലോട്ട് സംക്രമിക്കുന്ന ആ ഒരു സമയം ഏതാണെന്നുള്ളത് പറയാം. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാളെ രാവിലെ 9:21 മുതൽ 9:46 വരെയുള്ള സമയത്ത്, ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം. സൂര്യഭഗവാൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലോട്ട് മാറുന്ന ആ ഒരു മേട വിഷു സംക്രമം എന്ന് പറയുന്നത് നാളെ, അതായത് ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 അതുകൊണ്ട് തന്നെ നമ്മൾ 9:21 9:46 ഇടയ്ക്കുള്ള സമയത്ത് വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലം നമുക്ക് തരുന്നതാണ്. അതുമാത്രവുമല്ല, നാളത്തെ ദിവസം നമ്മൾ സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കണം. ഇത് എല്ലാ മാസവും നമ്മൾ സൂര്യഭഗവാൻ രാശി മാറുമ്പം ചെയ്യുന്ന കാര്യമാണ്. അർഘ്യം കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നാളെ സൂര്യഭഗവാനെ നോക്കി കിഴക്കോട്ട് നോക്കി നിന്ന് ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രമോ ആദിത്യ ഹൃദയ സ്തോത്രം, അങ്ങനെയല്ലെങ്കിൽ ഓം ഭൂർഭുവസ്വ എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രമോ ജപിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് സത്ഫലങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നാളെ മുതൽ ഈ ഒരു അടുത്ത വിഷു വരെ നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഒരു മൺവിളക്കിൽ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നമ്മുടെ കുലദൈവത്തിനാണെന്ന സങ്കല്പത്തിൽ കൊളുത്തി അത് പ്രാർത്ഥിച്ച് കുലദൈവത്തിൻ്റെ പേരറിയാവുന്ന ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കുലദൈവത്തിൻ്റെ പേരറിയാത്തവർ ഓം കുലദൈവമേ നമഃ എന്ന് പ്രാർത്ഥിച്ചാൽ, അത് 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഈ വർഷം നമുക്കെല്ലാം ഐശ്വര്യവും തന്ന് നമ്മുടെ കുലദൈവം അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും കുലദൈവം ചെമ്പ് വെച്ച് കുലദൈവത്തിന് വെള്ളം വെച്ച് ദീപം കൊളുത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ പുതിയ മൺവിളക്ക് മേടിക്കണമെന്നൊന്നുമില്ല. കുലദൈവം ആരാന്നറിയില്ല, ഇന്ന് വരെ കുലദൈവത്തിന് ദീപം കൊളുത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ പുതിയ ഒരു മൺവിളക്ക് വാങ്ങിയിട്ട് ഈ രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലം തന്നെ ലഭിക്കും. നമ്മുടെ വീട്ടിൽ കുലദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും കുലദൈവം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾ വീട്ടിലാകെ നിലവിളക്ക് മാത്രമാണ് കൊളുത്തുന്നത്, മറ്റു വിളക്കുകളൊന്നും കൊളുത്താൻ ഞങ്ങളെ സമ്മതിക്കില്ല. അങ്ങനെ ഉള്ള വീടുകളുണ്ടാവും. അവർ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും ഒരു ചെടി ഉണ്ടാവും, തുളസിയോ അല്ലെങ്കിൽ പുഷ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെടി, അതിൽ നിന്നും ഒരു പൂവ് പറിച്ചത് കുലദൈവത്തിനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വിളക്കിനടുത്ത് കിണ്ടിയിൽ വെള്ളം വെക്കുമല്ലോ, ആ കിണ്ടിയിലെ വെള്ളത്തിൽ ഈ തുളസിയിലെയോ പൂവോ സമർപ്പിച്ച് ഇതേപോലെ ചെയ്താലും സത്ഫലം, നല്ല ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നാളെ ഏപ്രിൽ 14 നമ്മുടെ പൂജാമുറിയിൽ, ഇപ്പം ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നവരായിരിക്കും, നിങ്ങളതൊക്കെ ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ഒരു സംക്രമണ സമയത്തും നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. ഇനി ക്ഷേത്രത്തിൽ പോകണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നാളെ ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അതേപോലെ തന്നെ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിലോ പോയി അവിടെ ഭഗവാന് നമുക്ക് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാം. അതും നമുക്ക് നല്ല ഫലം തന്നെ തരും. നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തണം. ആ ക്ഷേത്ര ദർശനം നടത്തുമ്പം നമ്മൾക്ക് ആ ക്ഷേത്രത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം. അതേപോലെ തന്നെ വിഷുക്കണി, എല്ലാവരും വിഷുക്കണി വെക്കുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ വിഷുക്കണിക്ക് വേണ്ടുന്ന സർവ്വ വസ്തുക്കളും നിങ്ങൾ നാളെ മേടിക്കണം. കാരണം നാളെ
1-ാം തീയതിയാണ്, മേടം 1-ാം തീയതി. ആ മാസം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്ത് മേടിക്കുന്നു അതൊരു മാസം മുഴുവൻ നമുക്ക് ഫലം തരും. പക്ഷേ ഇവിടെ മേടം 1-ആണ്, ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ പരിപ്പ് ഉൾക്കൊള്ളിക്കണം, ഉപ്പ്, പച്ചരി, എന്തെങ്കിലും ഒരു മധുര പലഹാരം, ഈ 4 വസ്തുക്കളും, മഞ്ഞൾ, കുങ്കുമം, ഇതിലേതെങ്കിലും ഒന്നും കൂടി ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ തരും. നാളെ ആർക്കും കടം കൊടുക്കാനോ കടം മേടിക്കാനോ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ കേസ്, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻസ് മേടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നാളെ മേടം 1-ആണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ വാതിൽക്കൽ നമ്മൾ മാവില തോരണം ചാർത്തണം. സാധാരണ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നതാണ് മാവില തോരണം. ഈ പ്രാവശ്യത്തെ മാവില തോരണത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 12 മാവിലകൾ നമ്മൾ എടുക്കണം. 12 എന്ന് പറയുന്നത് മേടം മുതൽ അങ്ങോട്ട് മീനം വരെയുള്ള ഓരോ മാസത്തെ, മലയാള മാസത്തെയാണ് കുറിക്കുന്നത്. കാരണം എന്താണ്? മേടമാസം എന്ന് പറയുന്നത് സൂര്യഭഗവാൻ ഉച്ചമടയുന്ന മാസമാണ്. അപ്പോൾ ഈ 12 മാസങ്ങളിലെയും എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും, ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 12 മാവിലകൾ. 12 എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവിലകൾ തന്നെ എടുക്കണം. മാവിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് തന്നെ അത് വാടില്ല. പല സമയത്ത് പലപ്പോഴായിട്ട് ഒരുപാട് നാളെടുത്തിട്ടാണ് മാവില ഒന്ന് വാടിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ മാവില നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യം വരാനും എപ്പോഴും പുതിയ തുടക്കങ്ങൾ ഉണ്ടാവാനും നമ്മളെ സഹായിക്കും. കലശപൂജയ്ക്കാണെങ്കിലും എന്തൊരു വിശേഷം വന്നാലും നമ്മൾ വീട്ടിൽ മാവില തോരണം ചാർത്തുന്നതിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം 12 മാവിലകൾ നമ്മൾ എടുത്തിട്ട് ഓരോ മാവിലയും അതിൻ്റെ നടുക്കായിട്ട് മഞ്ഞളും കുങ്കുമവും ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതിയാവും. അതായത് നടുക്ക് നമ്മൾ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കില്ല എന്ന് പറയുന്നത് പോലെ ഒത്തിരി കട്ടിക്കൊന്നും വെക്കണ്ട. കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ താഴോട്ട് വീഴുമല്ലോ. അപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് തൂത്ത് വിടുക, അത്രമാത്രം മതി. മഞ്ഞളൊന്ന് തൂക്കുക, അതിനുശേഷം കുങ്കുമവും തൂക്കുക. അതിനുശേഷം ഈ മാവിൽ നമ്മൾ തോരണമായിട്ട് കെട്ടുക. നിങ്ങളുടെ കയ്യിൽ ചുമപ്പും മഞ്ഞയും ചേർന്ന നൂലുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ചുമപ്പും മഞ്ഞയും നൂലെടുത്തിട്ട് പിരിച്ചെടുക്കുക. ഇവിടെയൊക്കെ ആണെങ്കിൽ കലാവ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. കുറച്ച് ചുമപ്പ്, കുറച്ച് മഞ്ഞ, അങ്ങനെ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മഞ്ഞ കളറിലെയും ചുമന്ന കളറിലെയും നൂല് ഇഴ പിരിച്ച് നമ്മൾ എടുക്കുക, 2 എണ്ണമായിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ മാവില തോരണം ചാർത്തുക. മഞ്ഞ എന്ന് പറയുന്നത് ഗുരുവിനെയും, ചുമപ്പെന്ന് പറയുന്നത് ചൊവ്വായെയും, പച്ച എന്ന് പറയുന്നത് ബുധനെയും കുറിക്കുന്നു. ഇത് 3ഉം നമുക്ക് ഐശ്വര്യം തരുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. മാവ്, മാവില, മാമരം ഇതൊക്കെ ശുക്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ മേടം 1-ാം തീയതി 12 മാവിലകൾ ചാർത്തി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിച്ചു വരുത്തുകയാണ് ഐശ്വര്യത്തെ. അപ്പം നാളെ രാവിലെ അത് ചെയ്യണം. അത് ഇപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നവർ ആ സമയത്ത് ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സംക്രമണ സമയം നമുക്ക് 9-9:30 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ടൊരു 8 മണി 9 മണിയോട് കൂടിയിട്ട് നമുക്ക് അത് ചെയ്താൽ മതിയാവും. അതുപോലെ അക്ഷയപാത്രം നാളെ മാറ്റി അക്ഷയപാത്രത്തിൽ ജലം നിറച്ച് നല്ല പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചു വെക്കണം. അതും മറന്നു പോവരുത്. ഇനി നാളത്തെ ദിവസം നമ്മൾ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് മേടിക്കേണ്ടുന്ന വസ്തു എന്ന് പറയുന്നത് കോപ്പറാണ്. സ്വർണം, വെള്ളി ഇതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയേക്കൂ. ഈ ഒരു വർഷം എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ്. കോപ്പർ നമ്മൾ മേടിക്കുമ്പം ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൂടിയിട്ട് നമുക്ക് ലഭിക്കും. കാരണം നാളെ ചൊവ്വാഴ്ചയുമാണ്. സോ നാളെ നിങ്ങൾ കോപ്പറിൻ്റെ ഒരുപാട് വസ്തുക്കൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. പൂജാ സ്റ്റോഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ചെറിയ നാണയമൊക്കെ, 1/2 ഗ്രാമിൻ്റെ നാണയമൊക്കെ നമുക്ക് മേടിക്കാനായി കിട്ടും. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് കോപ്പറിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വീട്ടിലോട്ട് നാളെ വാങ്ങിക്കൊണ്ട് വരണം. അതിൽ മഞ്ഞളും കൂടിയിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന, വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. ഇനി നാളത്തെ ദിവസം നമ്മൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാളെ മേടം 1-ാം തീയതി സംക്രമണ സമയത്തോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്കോ വീട്ടിൽ കനകധാരാ സ്തോത്രം വെച്ചിട്ട് നെല്ലിക്കാ ദീപം കൊളുത്തുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ കനകധാരാ സ്തോത്രം കംപ്ലീറ്റ് 21 സ്റ്റാൻസയും ചൊല്ലിക്കൊണ്ട് നമുക്ക് ഒരൊറ്റ നെല്ലിക്കാ ദീപം കൊളുത്താം. അങ്ങനെ അല്ലെങ്കിൽ 21 നെല്ലിക്ക എടുത്തിട്ട് ഓരോ നെല്ലിക്ക കൊളുത്തുമ്പോഴും, അതായത് നെല്ലിക്കാ ദീപം നമ്മൾ കൊളുത്തുന്നു, അപ്പോൾ ഒരു പ്രാവശ്യം കനകധാരാ സ്തോത്രം നമ്മൾ ജപിക്കുന്നു. ഇങ്ങനെ നമുക്ക്
തുടർച്ചയായിട്ട് 21 നെല്ലിക്ക കൊളുത്ത. നിങ്ങൾക്ക് ഒറ്റ ഒരെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാകും. നാളെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. അത് മാത്രവുമല്ല ദശമി തിഥിയും കൂടിയിട്ടുണ്ട് നാളെ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഈ ഒരു കാര്യം കൂടി എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരും. കാരണം നമ്മൾ വലിയ വലിയ പൂജകൾ ചെയ്യുന്നതിനേക്കാൾ നാമം ജപിച്ചുകൊണ്ട് കൊളുത്തുന്ന ദീപങ്ങൾക്ക് ഫലം വളരെ കൂടുതലായിരിക്കും. അപ്പം മേടം മുതൽ അടുത്ത മേടം വരെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, കുലദൈവത്തിനുള്ള ദീപം എല്ലാ ദിവസവും, മാവില തോരണം, അക്ഷയപാത്രം, അതേപോലെ വിളക്ക് കൊളുത്തുന്നത്, പിന്നെ ഈ അവസാനം പറഞ്ഞ് നമ്മൾ വാങ്ങിക്കേണ്ടുന്ന വസ്തു നെല്ലിക്ക ദീപം. അതേപോലെ ഇനി നാളെ നമ്മൾ ഭഗവാൻ മുരുകന് ചൊവ്വാഴ്ചയാണ് വെറ്റില ദീപം കൊളുത്തി ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെ കൂടി പറയാം. ഇപ്പം വെറ്റില ദീപമൊക്കെ എല്ലാവരും എല്ലാ ചൊവ്വാഴ്ചകളിലും കൊളുത്തുന്നതായിരിക്കും. ഇനി കൊളുത്താത്തവരാണെങ്കിലും 6 വെറ്റിലയെടുത്ത് ഭഗവാൻ മുരുകന് ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിൻ്റെയോ വേലിൻ്റെയോ മുമ്പിൽ, അതില്ലെങ്കിൽ ഒരു ദീപം, വെറ്റില ദീപം മതിയാവും, അത് കൊളുത്തി നമ്മൾ ഭഗവാന് മുൻപിലിരുന്ന് നാമം ജപിക്കുന്നു. കാരണം നാളെ മേടം 1 ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണ്. അപ്പം നമ്മൾ നാളെ ഭഗവാനെയാണ് വിളിക്കുന്നത്. ഭഗവാനെ വിളിച്ച് ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ഓം മംഗള കാർത്തികേയ ശരവണഭവ ഹ്രീം കാര്യസിദ്ധിധരായ നമോ നമഃ. ഓം മംഗള കാർത്തികേയ ശരവണഭവ ഹ്രീം കാര്യസിദ്ധിധരായ നമോ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്നത്. 6 പ്രാവശ്യം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുക. സർവ്വമംഗളങ്ങളും തരണമെന്ന് ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കണം. അതുവഴി ഭഗവാന്റെ സർവ്വ കടാക്ഷവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രവുമല്ല, ഈ ഒരു വർഷം എല്ലാ ഐശ്വര്യങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുന്നതുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ എല്ലാവരും ചെയ്യണം. പിന്നെ വിഷുദിനത്തിൽ, മേടം 2-ാം തീയതി വിഷുദിനത്തിൽ ചെയ്യേണ്ടുന്ന വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൂജയെപ്പറ്റി വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.